അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 73 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين. وأدخلناه في رحمتنا إنه من الصالحين. കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് പറഞ്ഞു ശേഷം അദ്ദേഹത്തെയും സഹോദരപുത്രൻ ലൂത്തിനെയും അനുഗ്രഹീതമായ നാട്ടിലേക്ക് നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും ശേഷം യാക്കൂബിനെയും അല്ലാഹു തആല ഔദാര്യമായി നൽകുകയും ചെയ്തു അലൈഹിമുസ്സലാം. വകുല്ലൻ ജഅൽനാ സ്വാലിഹീൻ, അവരെല്ലാം നാം സ്വാലിഹീങ്ങളാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിന് തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തും. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. വജഅൽനാഹും, അവരെ നാം ആക്കുകയും ചെയ്തു. അഇമ്മത്തൻ, ഇമാമുമാർ ആക്കുകയും ചെയ്തു. ഇമാമിൻ്റെ ബഹുവചനമാണ് അഇമ്മത്ത് എന്നത്. നേതാക്കളാക്കുകയും ചെയ്തു. യഹ്ദൂന ബിഅംരിനാ, യഹ്ദൂന അവർ വഴി കാണിക്കുന്നു. ബിഅംരിന, നമ്മുടെ കൽപ്പനപ്രകാരം, റബ്ബിൻ്റെ കൽപ്പനപ്രകാരം ജനങ്ങൾക്ക് വഴികാട്ടികളായി നിൽക്കുന്ന, ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന, അതിന് മുമ്പിൽ നിൽക്കുന്ന നേതാക്കളാക്കി ഇമാമിങ്ങളാക്കി അവരെയെല്ലാം നാം മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ ആ നാട്ടുകാരുടെ കണക്കിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത്. തീകുണ്ടാരം ഒരുക്കി അതിലേക്കിട്ട് കത്തിച്ചു കളഞ്ഞാൽ അതോടെ അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. പക്ഷേ റബ്ബിൻ്റെ തീരുമാനം തിരിച്ചായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു പുതിയ ചരിത്രത്തിന് തന്നെ അവിടെ തുടക്കം കുറിച്ചു. അതിൻ്റെ മക്കളായി, പേരമക്കളായി സഹോദരപുത്രൻ ലൂത്ത് അലൈഹി ഇസ്ലാമയും നബിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ പുതിയ സംസ്കാരവും പുതിയൊരു ജനതയും അതിലൂടെ ഉണ്ടായി വരികയും അവരൊക്കെ
അമ്പിയാക്കളും സ്വാലിഹീങ്ങളുമായി മാറുകയും അവരൊക്കെ ഇമാമുമാരായി മാറുകയും അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ പിന്നീട് അതിൽ നിന്ന് ഉണ്ടായിത്തീരുകയുമൊക്കെ ചെയ്തു. അതാണ് ജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പനപ്രകാരം യഹ്ദൂന, ഹദാ യഹ്ദി, വഴി കാണിക്കുക എന്നാണ് ഹദാ, ഹിദായത്ത്. രണ്ടൈറ്റം ഹിദായത്താണ്. ഒന്ന് വഴി കാണിക്കലാണ്, മറ്റൊന്ന് ആ വഴിയിലേക്ക് ചേർക്കലാണ്. ഹിദായത്ത് രണ്ട് തരമാണ്. ഒന്ന് ഹിദായത്തു ദലാല എന്ന് പറയും. ഹിദായത്തു ദലാല, നേർമാർഗം അറിയിച്ചു കൊടുക്കുക എന്നത്. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഏതാൾക്കും അറിയുന്നവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. നേർവഴി കാണിച്ചു കൊടുക്കൽ. രണ്ട് ഹിദായത്തു തൗഫീഖാണ്. ആ നേരായ വഴി സ്വീകരിക്കാനുള്ള ഒരു തൗഫീഖ് നൽകുക എന്നുള്ളത് അത് പടച്ച റബ്ബിന് മാത്രമാണ് സാധിക്കുക. അതാണ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞത്. നിനക്ക് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. നേരായ വഴിയിലേക്ക് ഞങ്ങൾ ചേർക്കണമേ. അത് അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല. ഹിദായത്തു തൗഫീഖ് റബ്ബ് മാത്രം. ഹിദായത്തു ദലാലത്ത് അമ്പിയാക്കളും ശേഷം ആ വഴി പിൻപറ്റലുമെല്ലാം ചെയ്യുന്ന കാര്യമാണ്. അതാണ് ഇവിടെ യഹ്ദൂന, അവർ ഹിദായത്താകുന്നവർ നിർമാർഗം കാണിച്ചു കൊടുക്കുന്നു. ബി അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം. എന്നാൽ അതിലേക്ക് ഒരാളെ കൊണ്ടുവരാനോ അതവരെ കൊണ്ട് കഴിയില്ല. ഈ ഇബ്രാഹിം നബിക്ക് തന്നെ സ്വന്തം ബാപ്പയെ ആ ഹിദായത്തെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഹിദായത്തു തൗഫീഖല്ല, ഇവിടെ ഹിദായത്തു ദലാലത്താണ് ഉദ്ദേശിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ രണ്ടും പറ്റുന്നതാണ്. ദലാലത്തുമുണ്ട്, അതോടൊപ്പം തൗഫീഖും. നേരായ വഴി കാണിച്ചു തന്നെ എന്നും ആ വഴിയിലേക്ക് ഞങ്ങളെ ചെറുക്കണേ എന്നുമുള്ള ആശയം റബ്ബിനോട് തേടുമ്പോൾ രണ്ടും അതിൽ ഉൾപ്പെടുന്നുണ്ട്. വഔഹൈനാ ഇലൈഹിം ഫഇലൽ ഖൈറാത്ത്, വഔഹൈനാ, നാം വഹി നൽകുകയും ചെയ്തു, ഇലൈഹിം, അവർക്ക്, ഫഇലൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ബോധനം, അതിനുള്ള വഹി നാം അവർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ അവർ ഖൈറുകൾ, എല്ലാ ഖൈറുകളും ഉൾപ്പെടുന്ന വാക്കാണ് ഫഇലൽ ഖൈറാത്ത് എന്നത്. നിസ്കാരവും സക്കാത്തും നോമ്പും അടക്കം എന്തെല്ലാം ഖൈറായി അള്ളാഹു നിശ്ചയിച്ചുവോ അതെല്ലാം ഉൾപ്പെടുന്ന പ്രയോഗമാണ് ഫഇലൽ ഖൈറാത്ത് എന്നത്. ഇനി പ്രത്യേകമായി എടുത്തു പറയുകയാണ് രണ്ട് കാര്യം. വ ഇഖാമസ് സ്വലാത്തി വ ഈതാഅസ് സക്കാത്ത്, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കലും സക്കാത്ത് നൽകലും, അത് നാം അവർക്ക് വഹി നൽകി. അപ്പോൾ ഫഇലൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തും സക്കാത്തും അതിൽപ്പെട്ടു. പിന്നെ പ്രത്യേകം ഒന്നുകൂടെ എടുത്തു പറയുന്നു, അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്. അത് അറബി ഭാഷയിലെ ഒരു ശൈലിയാണ്. അത്തഫുൽ ഖാസി അലൽ ആം എന്ന് പറയും. ആദ്യം ആമായത് പറഞ്ഞിട്ട് അതിലേക്ക് പിന്നെ ഖാസിനെ ഒന്നുകൂടെ അത്തഫ് ചെയ്ത് കണക്ട് ചെയ്ത് പറയുക. ആദ്യം ഒന്നിച്ച് പറയാം. തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹ എന്ന് പറഞ്ഞ പോലെ തനസ്സലുൽ മലായിക്ക, മലക്കുകൾ ഇറങ്ങും. മലക്കുകൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എല്ലാ മലക്കുകൾക്കും ഇത് ബാധകമാണ്. പിന്നീട് പ്രത്യേകം എടുത്തു പറഞ്ഞു വറൂഹു, ജിബ്രീലും വരും. അപ്പം മലക്കുകൾ വരും, ജിബ്രീലും വരും. അപ്പോൾ ജിബ്രീൽ മലക്കല്ലേ ആണ്. അതിൽ തന്നെ സവിശേഷമായി എടുത്തു പറയേണ്ടത് ഒന്നുകൂടെ പരാമർശിച്ചു എന്ന് മാത്രം. ഹാഫിദു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത, നിസ്കാരങ്ങൾ നിങ്ങൾ മുറപ്രകാരം കാത്തു സൂക്ഷിക്കണം. വുസ്ത നിസ്കാരവും മധ്യമ നിസ്കാരവും അഥവാ അസ്ർ, അതാണ് വുസ്ത നിസ്കാരം എന്നാണ് പ്രബലാഭിപ്രായം. അപ്പോൾ സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ അസ്റും അതിൽപ്പെട്ടു. എന്നാലും അതൊന്നുകൂടി എടുത്തു പറയുന്നു വസ്വലാത്തിൽ വുസ്ത എന്നതുപോലെയാണ് ഇവിടെ അവർക്ക് വഹി നൽകി ഫിഇലൽ ഖൈറാത്ത്, ഖൈറാത്തുകൾ ചെയ്യാനുള്ള ബോധനം നാം നൽകിയവർക്ക്. വ ഇഖാമസ് സ്വലാ, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്നും വ ഈതാഅസ് സക്കാ, സക്കാത്ത് നൽകണമെന്നും. അപ്പോൾ അത് രണ്ടും ഏറ്റവും സവിശേഷമായ ഖൈറുകളാണ്. ഒരുപാട് ഖൈറുണ്ട്, അത് ഏറ്റവും പ്രത്യേകമായ രണ്ട് ഖൈറാണ് നിസ്കാരവും സക്കാത്തും. അത് പ്രത്യേകം അല്ലാഹു തആല ഇവിടെ പരാമർശിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അവർക്കെല്ലാം നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്. ഇബ്രാഹിം നബിക്ക് ശേഷമുള്ളവർക്ക് ഹജ്ജുമുണ്ട് എന്നൊക്കെ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. രൂപഭാവങ്ങളിലും വിശദാംശങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ടായേക്കാം. നമുക്കുള്ള അതേ സമയത്താകണമെന്നില്ല അവിടെ നിസ്കാരം, 5 നേരം ആകണമെന്നില്ല. ഇതേ രൂപത്തിലും ഇതേ ദിക്റും ഇതേ പ്രവൃത്തികളും തന്നെ ആകണമെന്നില്ല അവിടെ നിസ്കാരങ്ങൾക്ക്, അവിടെ നോമ്പിനൊക്കെ. പക്ഷെ നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ അവർക്കെല്ലാം ഉള്ളത്. അത് ഏറ്റവും മുഖ്യമായ ഇബാദത്തുകൾ. അത് ഈ ഉമ്മത്തിന് മാത്രമല്ല, അല്ലാഹു തആല എല്ലാ ഉമ്മത്തിനും നിശ്ചയിച്ചു കൊടുത്തവയാണ് അത്തരം ഇബാദത്തുകൾ. വകാനു ലനാ ആബിദീൻ, വകാനു അവരായിരുന്നു, ലനാ നമ്മെ, ആബിദീൻ ആരാധിക്കുന്നവരായിരുന്നു. അവർക്കൊക്കെ വഹി കൊടുത്തത് മാത്രമല്ല അവർ പാലിക്കുകയും ചെയ്തു അർത്ഥം. ഇതൊക്കെ ചെയ്യാൻ വഹി നൽകി,
അത് അവർ സ്വീകരിച്ചു, പാലിച്ചു. അവർ നമുക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ ജീവിച്ചത് എന്ന് അള്ളാഹു തആല പ്രത്യേകമായി അവരെ പറ്റി സർട്ടിഫൈ ചെയ്യുന്നു. അതോടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം അവിടെ അവസാനിപ്പിച്ചു. ഏകദേശം കുറച്ചധികമായി 1.5 പേജോളം ഇബ്രാഹിം നബിയുടെ ചരിത്രം അള്ളാഹു തആല പറഞ്ഞത്. ഇനി വലൂതൻ ആതൈനാ ഹുക്മൻ വ ഇൽമാ. വലൂതൻ ലൂത്തിനെയും അഥവാ ഒന്നുകിൽ ഉദ്കുർ ലൂത്തൻ എന്നാവാം, ലൂത്തിനെയും നീ ഓർക്കുക, നീ സ്മരിക്കുക എന്നാവാം. അല്ലെങ്കിൽ ലൂത്തിനും നാം അള്ളാഹു എന്ത് ചെയ്തു? ആതൈനാഹു ഹുക്മൻ വ ഇൽമാ. അദ്ദേഹത്തിന് നാം ഹുക്മും നൽകി ഇൽമും നൽകി എന്നാണ്. ഹുക്മൻ വ ഇൽമ. ഇവിടെ ഹുക്മുദ്ദേശം നുബുവത്താണ്. ഹുക്മെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നുബുവത്ത്. ഖുർആൻ പല സ്ഥലത്തും നുബുവത്തിന് ഹുക്മെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഹുക്മ ഉപയോഗിച്ച എല്ലാ സ്ഥലത്തും നുബുവത്താകണം എന്നില്ല. ഹുക്മ് എന്ന പദമുണ്ടെന്ന് കരുതി അതുകൊണ്ട് മാത്രം ആൾ നബിയാകണമെന്നില്ല. ഇപ്പോൾ ലുഖ്മാൻ ഇസ്ലാമയെ പറ്റി അള്ളാഹ് ഹിക്മത്ത് നൽകി എന്ന് പറയുന്നുണ്ട്, ലുഖ്മാൻ ഹക്കീം. അതുകൊണ്ട് മാത്രം നബിയാണ് എന്ന് പറയാൻ കഴിയില്ല. ആയേക്കാം, അല്ലായിരുന്നേക്കാം. ഇവിടുത്തെ ഹുക്മിനർത്ഥം നുബുവത്ത് എന്നാണ് തഫ്സീറൊക്കെ നൽകി കാണുന്നത്. വലൂത്തൻ ആതൈനാഹു, ലൂത്തിനും നാം നൽകി ഹുക്മൻ, പ്രവാചകത്വം നൽകി, വ ഇൽമൻ, അറിവും നാം നൽകി. നബിയാണ്, പടച്ച റബ്ബ് പ്രത്യേകമായ ഇൽമ കൊടുത്തവരുമാണ് അദ്ദേഹം. വനജ്ജൈനാഹു, അദ്ദേഹത്തിന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. മിനൽ ഖർയത്തില്ലത്തി കാനത്ത് തഅമദുൽ ഖബായിസ്, ആ നീചമായ കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇബ്രാഹിം നബിയുടെ സഹോദരപുത്രനാണ് ലൂത്ത്. ഹാറാൻ എന്നാണ് ലൂത്തിൻ്റെ പിതാവിൻ്റെ പേര് തഫ്സീറിലൊക്കെ പറഞ്ഞു കാണുന്നത്. ലൂത്ത് ബിന് ഹാറാൻ ഇബ്നു ആസർ, ആസറിൻ്റെ മകൻ, ഹാറാൻ്റെ മകൻ ലൂത്ത്. അപ്പോൾ ഹാറാൻ ഇബ്രാഹിം നബിയുടെ സഹോദരനായിരിക്കും. ആ സഹോദരൻ്റെ പുത്രനാണ് ലൂത്ത്. ഇബ്രാഹിം നബി സ്വലാം ദഅവത്ത് ആരംഭിച്ചപ്പോൾ ഇബ്രാഹിം നബി വിശ്വസിച്ച ആളാണ് ലൂത്ത് അലൈഹി സ്വലാം. കുടുംബത്തിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ കൂടെ ഏക മനുഷ്യൻ അദ്ദേഹമായിരുന്നു. അത് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഫആമന ലഹു ലൂത്തുൻ വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പരാമർശിച്ചു ഫആമന ലഹു ലൂത്തുൻ, അദ്ദേഹത്തെ ലൂത്ത് അലൈഹി സ്വലാം വിശ്വസിച്ചു. അന്ന് നബിയല്ല, വിശ്വസിക്കുന്ന കാലത്ത്. വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ പോവുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന്. അപ്പം വിശ്വസിക്കുകയും ഇബ്രാഹിം നബിയെ പിൻപറ്റുകയും ഇബ്രാഹിം നബിയോടൊപ്പം നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറാകുകയും ചെയ്ത ആളാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് മനസ്സിലാക്കാം. വാപ്പ പുറത്താക്കുമ്പോൾ പറഞ്ഞല്ലോ ഞാൻ പോകാം എന്ന് പറഞ്ഞ് വാപ്പനെ ഒഴിവാക്കി പോകാൻ തയ്യാറായതല്ല പറഞ്ഞു. ആ ഇബ്രാഹിം നബിയുടെ കൂടെ നാട് ത്യജിച്ചു പോകാൻ തയ്യാറായവരായിരുന്നു സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാം. അങ്ങനെ അദ്ദേഹത്തിന് അല്ലാഹു തആല ഹുക്മും ഇൽമും നൽകി, അഥവാ നബിയാക്കി. അദ്ദേഹത്തിന് വിജ്ഞാനങ്ങൾ നൽകി. സദൂം എന്ന് പറയുന്ന നാട്ടിലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. സദൂം ഫലസ്തീൻ്റെയും സിറിയയുടെയൊക്കെ ഭാഗമായി വരുന്ന സദൂം, ചില ഏതാനും ഗ്രാമങ്ങളിൽ കൂടിയാണ് സദൂം. 7 ഗ്രാമങ്ങളാണ് എന്നൊക്കെ ഇബ്നു കസീറൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. അത്തരം ഒരു കുറച്ച് ഗ്രാമങ്ങളിൽ കൂടിയ ഒരു ജനവിഭാഗം താമസിക്കുന്ന ആ ഭാഗത്തേക്കാണ് അദ്ദേഹത്തിന് അല്ലാഹു തആല ദൗത്യമായി ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞ ഖറിയ. പക്ഷെ ആ നാട്ടുകാർ കാനത്ത് തഅമദുൽ ഖബായിസ, അവരെ എടുത്തു പറഞ്ഞതാണ്, അവർ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. കാനത്ത് തഅമദുൽ ഖബായിസ്, കാനത്ത് ആ ഖറിയ, ഖറിയത്തിൽ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി. അല്ലത്തി കാനത്ത്, ആ നാടായിരുന്നു തഅമദുൽ ഖബായിസ, മ്ലേച്ഛമായ മോശമായ നീചമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു അവർ. അപ്പോൾ ഒരു തിന്മ മാത്രമല്ല അർത്ഥം. അവരേറ്റവും പ്രധാനപ്പെട്ട അവർക്കുണ്ടായ ഒന്നാണ് സ്വവർഗരതി. അതാണ് അവിടെ ഏറ്റവും വലിയ തിന്മയെ അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. ലൂത്ത് അലൈഹി സ്വലാം അവരെ വിമർശിച്ചതും ആക്ഷേപിച്ചതുമൊക്കെ ആ കാലത്തിലായിരുന്നു. അതോടൊപ്പം മറ്റൊരുപാട് തിന്മകൾ അവരുണ്ടായിരുന്നു എന്നാണ്. അതാണ് ഖബായിസ് എന്ന പ്രയോഗം. കാനത്ത് തഅമദുൽ ഖബീസ് എന്ന് പറയാതെ ഖബായിസ് എന്ന് ബഹുവചനമായി പറഞ്ഞു. അത് ഒരു സംസ്കാരം പോലും ഇല്ലാത്ത ജനവിഭാഗമായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും. ആളുകൾക്കിടയിലും ഒരു മര്യാദയും പരസ്പരമുള്ളൊരു ബഹുമാനവും ആദരവും ഒന്നും വകവെക്കാത്ത, എല്ലാ അർത്ഥത്തിലും സംസ്കാരശൂന്യരായ ജനവിഭാഗമായിരുന്നു അവർ എന്നാണ്. എത്രത്തോളം വെച്ചാൽ തഫ്സീറൊക്കെ കാണാം, ആളുകൾക്കുള്ള സദസ്സിന് പോലും ഒരു ലജ്ജയുമില്ലാതെ കീഴ്വായി വിടുന്ന രീതി വരെ അവർക്കുണ്ടായിരുന്നതാണ്. അതിന് പോലും മര്യാദ ഇല്ലാതെ വ്യാപകമായി ഇങ്ങനെ എല്ലാവരും വഴിയിടുക, അതാണ് പോലെ പരിപാടി. ഇത്ര വരെ ഒരു സംസ്കാരവും ഇല്ലാത്ത, യാതൊരു മര്യാദയും
തൊട്ടു നീട്ടില്ലാത്ത ആളുകളായിരുന്നു അവർ. അതാണ് കാനത്തഅമദുൽ ഖബായിസ, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്ന ആ നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്നഹും കാനു ഖൗമ സൗഇൻ ഫാസിഖീൻ. കണ്ടോ, ഇന്നഹും തീർച്ചയായും അവർ, ആ നാട്ടുകാർ, കാനു അവരായിരുന്നു, ഖൗമ സൗഇൻ മോശമായ ആളുകളായിരുന്നു, ഫാസിഖീൻ തെമ്മാടികളായ തോന്നിവാസികളായ ജനവിഭാഗമായിരുന്നു അവർ. ഫാസിഖ് പടച്ച റബ്ബിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഫാസിഖ്. ഫിസ്ക് തെമ്മാടിത്തരം, തോന്നിവാസം, താന്തോന്നിത്തരം, അതിനാണ് ഫാസിഖ് ഫിസ്ക് എന്നൊക്കെ പറയുക. അവർ മോശമായ ജനവിഭാഗമാണ്. ഫാസിഖീങ്ങളായ തെമ്മാടികളായ തോന്നിവാസികളായ ആളുകളായിരുന്നു അവർ. വെറും ഒരു സ്വർഗരീതി മാത്രമല്ല എന്നർത്ഥം, എല്ലാ അർത്ഥത്തിലും നീചമായ രീതികളും സംസ്കാര ശൂന്യതയും തോന്നിവാസങ്ങളുമെല്ലാം നിറഞ്ഞ ഒരു നാടായിരുന്നു സദൂം എന്ന് പറയുന്ന ആ പ്രദേശം. അവിടേക്കാണ് ലൂത്ത് അലൈഹി സ്വലാം അല്ലാഹു തആല നബിയായി നിയോഗിക്കുന്നത്. ഏതായാലും ആ നാട്ടിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. കാരണം ആ നാട് അല്ലാഹു നശിപ്പിച്ചു. അവസാനം റബ്ബിൻ്റെ അദാബ് വന്നു, ആ നാട് അല്ലാഹു തആല നശിപ്പിച്ചു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ നാടിനെ തന്നെ മറിച്ചിട്ടു എന്നുള്ള പറയുന്നുണ്ട്. വജഅൽനാ ആലിയഹാ സാഫിലഹ, അതിൻ്റെ മുകൾ ഭാഗത്തെ താഴ്ഭാഗമാക്കി മാറ്റിയതാണ്. ആ പ്രദേശം പൊക്കിയിട്ട് നേരെ അട്ടിമറിച്ചു ആ ജനവിഭാഗത്തെ ഒന്നാകെ. ആകാശലോകത്തിൽ ചരൽ മഴ പെയ്തു. അവർക്ക് ചരലിങ്ങനെ കല്ലുകൾ മഴയായി പെയ്തു. അതിൽ തന്നെ അവർക്ക് വലിയ ശിക്ഷയായിരുന്നു. ഒപ്പം അവരെ മറിച്ചിടുകയും ചെയ്തു. അതിന് മുന്നോടിയായി ലൂത്ത് അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ സുബഹിക്ക് ശിക്ഷ വരാനുണ്ട്. ഇന്ന മൗഇദക്കും സുബ്ഹ് അലൈസ സുബ്ഹു ബിഖരീബ്, പ്രഭാതമാണ് നിശ്ചയിക്കപ്പെട്ട സമയം, അതിനു മുമ്പേ രക്ഷപ്പെട്ടു പോകണം എന്ന് പറഞ്ഞ് വഹി നൽകുകയും അങ്ങനെ അദ്ദേഹവും വിശ്വാസികളും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ലോകത്തെ ഏറ്റവും വലിയ അവിശ്വാസികളെ മാതൃകയെന്ന് എടുത്തു പറഞ്ഞ ഒരു സ്ത്രീ. രണ്ട് സ്ത്രീകളാണ് അവിശ്വാസികൾക്ക് മാതൃക. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് എന്ന് പറഞ്ഞ ലൂത്ത് നബിയുടെ ഭാര്യയെ അല്ലാഹു തആല ലോക അവിശ്വാസികൾക്ക്, കാഫിറുകൾക്ക് മാതൃകയായി അള്ളാഹു എടുത്തു പറഞ്ഞതാണ് ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ. അത്രയും ആ ദുഷിച്ച ജനവിഭാഗത്തിന് എല്ലാ സംസ്കാരവും ഏറ്റെടുത്തവരായിരുന്നു അവർ എന്നാണ്. ലൂത്ത് അലൈഹി ഇസ്ലാം ഒരു വീട്ടിൽ കയറി അഴിവത്തെടുത്താൽ ബാക്കിൽ അവർ ചെല്ലുന്നതാണ്. അവിടെ ചെന്നിട്ട് വളരെ മോശമായ രൂപത്തിൽ, നിങ്ങൾക്ക് അയാളെ പറ്റി അറിയില്ല, അയാൾ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞ് വളരെ മോശമായി പറയും. അപ്പോൾ ഭർത്താവിനെ പറ്റി ഭാര്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇതിനുണ്ടാവും, അതിപ്പോൾ അയാളിപ്പോൾ ഇത് പറഞ്ഞു, പക്ഷേ അയാളെ ഭാര്യ അയാളെ പറ്റി പറഞ്ഞിട്ടില്ലേ, എന്താ അയാളെ കഥ എന്നാണ് ഏതൊരാളും വിചാരിക്കുക. അത്രയേറെ മോശമായ ഈ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ആളായിരുന്നു ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ. അവരുടെ വീട്ടിൽ മലക്കൾ വന്നപ്പോൾ പോലും ആ ദുശ്ചൈതികൾക്ക് ജനങ്ങൾക്ക് വിവരം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നാണ്. ഈ സ്വർഗരീതി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഭാര്യയാണ് വിവരം കൊടുത്തത്. അങ്ങനെ കുറച്ച് ആൾ വന്നിട്ടുണ്ട്, വേണമെങ്കിൽ വന്നോളി എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്നവരെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നതാണ്. ആ നിലയ്ക്കുള്ള പരീക്ഷണം നേരിട്ടവരാണ് ലൂത്ത് അലൈഹി സ്വലാം. അപ്പോൾ അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി ആ നാട്ടിൽ നിന്ന്. ആ നാട്ടുകാർ വളരെ മോശമായ ഫാസിഖീങ്ങളായ തെമ്മാടികളായ ആളുകളായിരുന്നു അവർ. വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ, വഅദ്ഖൽനാഹു അദ്ദേഹത്തെ നാം പ്രവേശിപ്പിച്ചു, ഫീ റഹ്മത്തിനാ നമ്മുടെ കാരുണ്യത്തിൽ, നമ്മുടെ റഹ്മത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഇന്നഹു മിനസ് സ്വാലിഹീൻ, ഇന്നഹു അദ്ദേഹമായിരുന്നു, തീർച്ചയായും അദ്ദേഹമാണ് മിനസ് സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ ആളുകളിൽ പെട്ടവർ തന്നെയാകുന്നു അദ്ദേഹം. ആ നിലയ്ക്ക് സ്വാലിഹായത് കൊണ്ട് റബ്ബ് അദ്ദേഹത്തിന് പ്രത്യേകമായ റഹ്മത്ത് കൊടുത്തു. ആ റഹ്മത്ത് സ്വർഗം വരെ ആവാം. വദഖൽനാഹു ഫീ റഹ്മത്തിനാ എന്ന് പറഞ്ഞ റഹ്മത്ത് ഏതാണ്? അത് സ്വർഗമാണ് എന്ന് ഇമാം ഖുർത്തുബിയൊക്കെ തഫ്സീർ ചെയ്യുന്നുണ്ട്. മറ്റു പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും എല്ലാ റഹ്മത്തും ഉൾപ്പെടാം. അദ്ദേഹം സ്വാലിഹായ ആളാണ്, സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നാം പ്രത്യേകമായ റഹ്മത്ത് നൽകുകയും ചെയ്തു. ആ നാടിനെ അല്ലാഹു തആല നശിപ്പിക്കുകയും ചെയ്തു. വല്ലാഹു അഅലം. ഇനി ഇവിടെ അങ്ങോട്ട് നൂഹ് നബിയുടെ ചരിത്രമാണ് അല്ലാഹു തആല ശേഷം നൂഹ് നബി ഇസ്ലാം, ദാവൂദ് നബി, സുലൈമാൻ നബി തുടങ്ങിയ പ്രവാചകന്മാർ പിന്നീട് ചരിത്രമാണ് ശേഷമുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. അല്ലാഹു പഠിച്ചതുപരി അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين وأدخلناه في رحمتنا إنه من الصالحين سبحانك اللهم وبحمدك